മൻ കാന ആഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാനത്തെ കലിമത്ത് ആയാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇത് പറഞ്ഞപ്പോഴാണ് അബീ ഹുറൈറ തങ്ങൾ ചോദിക്കുന്നത്, ഫകൈഫ ലിൽ അഹ്യാ, ജീവിച്ചിരിക്കുന്നവരത് ചൊല്ലിയാലോ, അത് അധികരിച്ച് ചൊല്ലിയാലോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫഇന്നഹാ തഹ്ദിമു ഹദ്മ. ആ ദിക്ർ മനുഷ്യ ശരീരത്തിൽ എഴുതപ്പെട്ട പാപങ്ങളെ പൊളിച്ചു കളയും. വലിയ പർവ്വതങ്ങളൊക്കെ നമ്മൾ ഇന്ന് JCB ഉപയോഗിച്ച് മാറ്റി നിരപ്പാക്കുന്ന മാതിരി പർവ്വത സമാനമായ ദോഷത്തിന്റെ ഉടമകളാണ് നമ്മളൊക്കെ. ആ ദോഷത്തിലേക്കാണ് തഹ്ലീലിന്റെ ആ നൂറാനിയത്ത് അങ്ങോട്ട് അടിച്ചു കൊടുക്കുന്നത്. അത് കാരണം ദോഷങ്ങൾ പൊഴിഞ്ഞു പോകുന്നതാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചില്ലേ, പടച്ചോനെ എനിക്കൊരു പ്രത്യേക ദിക്ർ അറിയിച്ചു തരണം, ഒരു പ്രത്യേക ദിക്ർ എനിക്ക് സമ്മതം തരണം. അപ്പോഴേ അല്ലാഹു തആല പറഞ്ഞത്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കോ. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, കുല്ലുൻ നാസി യഖൂലൂന ദാലിക, എല്ലാവരും ചൊല്ലുന്ന ദിക്റാണല്ലോ പടച്ചോനെ, അത് ഞാൻ എനിക്ക് ഖുസൂസിയായിട്ടാണല്ലോ ചോദിച്ചത്. ആ പഴയ സമയത്ത് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ അറിയുമോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ മഹത്വം? ഈ ആകാശഭൂമികൾ മുഴുവനും മീസാനിന്റെ ഒരു കഫത്തിൽ വെക്കുകയും ഒരു തട്ടിൽ വെച്ച് വലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ സവാബിനെ മറ്റേ തുലാസിന്റെ തട്ടിലും വെച്ച് കഴിഞ്ഞാൽ ലവസനത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മുൻതൂക്കമാകും. മറ്റൊക്കെ ഹബാഅൻ മൻസൂറായി തെറിച്ചു പോകും. അത്രയും ശക്തിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ അതിന്റെ സവാബ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കാനും നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനും വേണ്ടി സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പാപ്പ മുസ്ലിയാർ നടപ്പിൽ വരുത്തിയ സ്ഥാപിച്ചു തന്ന ഒരു മജ്ലിസാണത്. വളരെ പ്രധാനപ്പെട്ട മജ്ലിസാണ്. ഹൃദയം ശുദ്ധിയാകാൻ ഇത്ര നല്ലൊരു മജ്ലിസ് വേറെയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂൽ ചെയ്യപ്പെട്ട ഒരു മജ്ലിസാണ്. ഇതിൻ്റെ സാദാത്യങ്ങൾ മഹാന്മാരൊക്കെയും നമ്മുടെ മജ്ലിസിൽ അവർ അർവാഹികളെ കൊണ്ട് സാന്നിധ്യമുണ്ടാവും. മലായിക്കത്ത് ഹാജറാവുന്ന മജ്ലിസാണല്ലോ ദിക്റിന്റെ മജ്ലിസ്. അപ്പോൾ ആ മലക്കുകൾ നമ്മെ കൂടെ ദിക്ർ ചൊല്ലും. ദിക്ർ കഴിയുന്നത് വരെ മലക്കുകൾ ഈ മജ്ലിസിനെ യഹ്ഫൂന, ഹദീസിൽ പറഞ്ഞത്, ചുറ്റി വലയം ചെയ്തു നിൽക്കും. നമ്മളെ കൂടെ അവർ ദിക്ർ ചൊല്ലും, ആടിച്ചൊല്ലും, തലയാട്ടിച്ചൊല്ലും. എല്ലാം കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് അവരെത്തുമ്പോൾ അള്ളാഹു മലക്കുകളോട് എല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കും, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ആ സമയത്ത് മലക്കുകൾ പറയും, ഇന്നാലിന്ന സ്ഥലത്ത് ഒരു ദിക്റിന്റെ മജ്ലിസ്, ഇഖ്ലാസോട് കൂടെ ചൊല്ലുന്ന ഒരു ദിക്ർ ആ മജ്ലിസിൽ നിന്ന് വരികയാണ്. അള്ളാഹു അവർ നിന്നെ ഹംദ് ചെയ്യുന്നു, നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നു. അള്ളാഹു ചോദിക്കുന്നു, ഹൽ റഔനി, അവരെന്നെ കണ്ടിട്ടുണ്ടോ? എന്നെ കണ്ടവരാണോ ആ ദിക്ർ ചൊല്ലുന്നത് ആക്കിനീങ്ങൾ? ഇല്ല പഠിച്ചോനെ. കൈഫ ലൗ റഔനി, അവരെന്നെ കണ്ടാൽ എന്തായിരിക്കും അവരെ ദിക്റിന്റെ അവസ്ഥ? അപ്പോഴും മലക്കുകൾ പറയാണ്, നിന്നെ കണ്ടിട്ടാണ് ചൊല്ലുന്നെങ്കിൽ ഇതിനേക്കാണ് ശക്തിയിലായിരിക്കും അവരെ ദിക്ർ. പിന്നെന്തൊക്കെയാണ് അവർ ചോദിക്കുന്നത്? അവർ സ്വർഗം ചോദിക്കുന്നുണ്ട്, അവർ ദോഷം പൊറുക്കാൻ ചോദിക്കുന്നുണ്ട്, നരകത്തെ തൊട്ട് കാവല് ചോദിക്കുന്നുണ്ട്. ഫഹൽ റഔ ജന്നത്തി, അവരെന്റെ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല പഠിച്ചോനെ. കൈഫ ലൗ റഔഹ, ആ സ്വർഗം കണ്ടാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? എത്രമാത്രമായിരിക്കും ആ സ്വർഗത്തിലേക്കുള്ള റഗ്ബത്ത്? പഠിച്ചോനെ, അവരെ മുഴു സമയവും ആ സ്വർഗത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും. നരകത്തെ തൊട്ട് കാവല് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെന്റെ നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല. കൈഫ ലൗ റഔഹ, ആ നരകത്തെ കണ്ടാൽ എന്തായിരിക്കും അവരവസ്ഥ? അപ്പോഴാണ് പറയുന്നത്, പടച്ചോനെ, അവരെ മുഴു സമയവും ആ ഭയാനകമായ
നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചു കൊണ്ടിരിക്കും. അതാവുന്നു അവരുടെ അവസ്ഥ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അല്ലാഹു പറയുന്നത് ഉശ്ഹിദുക്കും മലായികത്തി, മലക്കുകളെ നിങ്ങളെ ഞാൻ സാക്ഷിയാക്കി പറയുന്നു, ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, വഅതൈതു സുഅലഹും, അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു തആല പ്രഖ്യാപിക്കുമ്പോൾ മലക്കുകൾക്കൊരു സംശയം. ആ മജ്‌ലിസിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ അവിടെ കയറിയിരുന്നിട്ടുണ്ട്. അയാളെ തന്നെ ലക്ഷ്യമാക്കി വന്നതൊന്നുമല്ല. അയാൾക്കും പുറത്തു പഠിച്ചവനെ എന്ന് ചോദിക്കുമ്പോൾ ഹുമുൽ ഖൗം ലാ യഷ്ഖാ ജലീസുഹും, ആ ദാഖിരീങ്ങൾ, ഹും എന്ന് പറഞ്ഞാൽ ഇതിന്റെ പരമ്പരയിലേക്ക് മശായിഖന്മാരിലേക്ക് മുഴുവനും മടങ്ങുന്ന ദമീറാണത്. ഹുമുൽ ഖൗം, ദാഖിരീങ്ങൾ എന്ന് പറയുന്നത് ഒരു ഖൗമാണ്. ലാ യഷ്ഖാ ജലീസുഹും, അവരെ കൂടെ ഇരുന്നവർ പരാജയപ്പെടുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ നമ്മൾ പങ്കെടുക്കേണ്ട, നമ്മൾ അർഹമായി കൊണ്ടു നടക്കേണ്ട ഒരു മജ്‌ലിസാണിത്. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ ഏറ്റവും മതിയായ ഒരു മജ്‌ലിസാണ്. അതുകൊണ്ട് എല്ലാ മജ്‌ലിസിലും പങ്കെടുക്കുന്നവരായിരിക്കും നിങ്ങൾ, പങ്കെടുക്കണം.